ഹാമെലിനിലെ പൈഡ് പൈപ്പർ വളരെക്കാലം മുമ്പ് ജർമ്മൻ പട്ടണമായ ഹാമെലിൻ എലികളുടെ ആക്രമണത്തിന് ഇരയായി. അവ സാധാരണ എലികളല്ല, മറിച്ച് വലിയ കറുത്ത രാക്ഷസന്മാരായിരുന്നു. അവ വളരെ ധാർഷ്ട്യമുള്ളവയായിരുന്നു. പകൽ പോലും അവ തെരുവുകളിൽ ഓയിട്ടി. അവ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിലും മുറികളിലും നിങ്ങളുടെ ഷൂസിലും പോലും. നിങ്ങൾ എവിടെ നോക്കിയാലും എലികളുണ്ടായിരുന്നു. ഹാമെലിനിലെ ആളുകളെല്ലാം പരീക്ഷിച്ചു. പക്ഷേ അവർ കൂടുതൽ എലികളെ കൊല്ലുന്തോറും അവ കൂടുതൽ പെരുകുന്നതായി തോന്നി. ഒരു ദിവസം ഒരു അപരിചിതൻ പട്ടണത്തിലേക്ക് നടന്നപ്പോൾ അവർ അവരുടെ ബുദ്ധിശൂന്യരായിരുന്നു. അവന്റെ മീശ എലിയുടെ വാൽ പോലെയായിരുന്നു. അവന്റെ മഞ്ഞ കണ്ണുകൾ അവന്റെ വലിയ തൊപ്പിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുക മാത്രമാണ് ചെയ്തത്. അവന്റെ മൂക്ക് വളഞ്ഞിരുന്നു. അവൻ ഓടക്കുഴൽ വായിച്ച് നേരെ ടൗൺ ഹാളിലേക്ക് നടന്നു. ടൗൺ ഹാളിൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. നഗരത്തിൽ നിന്ന് എലിബാധയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് അപരിചിതൻ പ്രഖ്യാപിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തിന് നല്ല വില നൽകേണ്ടിവരും. പൗരന്മാർ അവനെ വിശ്വസിച്ചില്ല. ആ മനുഷ്യൻ ഒരു മാന്ത്രികനായിരിക്കണമെന്ന് നിലവിളിച്ചു. എന്നിരുന്നാലും മിടുക്കനായ മേയർക്ക് നല്ലൊരു പദ്ധതിയുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ആശ്വസിപ്പിച്ചു. ഓടക്കുഴൽ വായനക്കാരൻ സത്യം പറഞ്ഞാൽ ധാരാളം പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് അവൻ എലികളെ നമ്മുടെ അടുത്തേക്ക് അയച്ചത്. ഞാൻ അത് അനുവദിക്കില്ല. എന്നെ ശ്രദ്ധിക്കൂ. ആളുകൾ മേയറെ വിശ്വസിച്ച് അവനെ വിട്ടയച്ചു. അപരിചിതൻ മേയറുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരു വെള്ളി നാണയം മാത്രം മതി. ഞാൻ രാവിലെയാകുന്നതിനു മുമ്പ് എല്ലാ എലികളെയും നഗരത്തിൽ നിന്ന് ഓടിക്കും. കൗൺസിലർമാർ വിലപിക്കാൻ തുടങ്ങി. ഒരു തലയ്ക്ക് ഒരു നാണയം ഒരു വലിയ തുകയ്ക്ക് തുല്യമായിരിക്കും. പക്ഷേ മേയർ തോളിൽ കുലുക്കി പറഞ്ഞു, ഓരോ തലയ്ക്കും ഒരു വെള്ളി നാണയം ലഭിക്കും. അന്ന് വൈകുന്നേരം ഓടക്കുഴൽ വായനക്കാരൻ തുടങ്ങും. അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ നിവാസികൾക്ക് തെരുവുകളിൽ നടക്കാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയും. ഓടക്കുഴൽ വായനക്കാരൻ മാർക്കറ്റ് സ്ക്വയറിൽ നിന്നു. ചന്ദ്രന്റെ ആദ്യ കിരണങ്ങളിൽ അദ്ദേഹം ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. അത് മൃദുവും മനോഹരവുമായ ഒരു ശബ്ദമായി ആരംഭിച്ചു. പക്ഷേ അത് കൂടുതൽ ഉച്ചത്തിലും ഉറച്ചതിലുമായി. താമസിയാതെ അത് മുഴുവൻ പട്ടണത്തിലും കേൾക്കാൻ കഴിഞ്ഞു. ഉടനെ എലികൾ എല്ലായിടത്തുനിന്നും വെടിയുതിർത്തു. ഓടക്കുഴൽ വായനക്കാരന്റെ അടുത്തേക്ക് നീണ്ട നിരകളായി ഓയിട്ടി. അവൻ തിരിഞ്ഞ് നദിയിലേക്ക് നടന്നു. ഓടക്കുഴൽ വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൻ എലികളെ ഒന്നൊന്നായി നദിയിലേക്ക് ചാടാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ എലികളുടെ രാജാവ് നദിയിലെത്തി. ഈ വൃദ്ധ എലി പ്രായത്തിനനുസരിച്ച് വെളുത്തതായി മാറിയിരുന്നു. എന്റെ സുഹൃത്തേ, ഇതെല്ലാമായിരുന്നോ? ഓടക്കുഴൽ വായനക്കാരൻ ചോദിച്ചു. അതെ, എലി മറുപടി പറഞ്ഞു. എല്ലാം 999. പിന്നെ വെള്ള എലിയും നദിയിലേക്ക് ചാടി. ഓടക്കുഴൽ വായനക്കാരൻ സംതൃപ്തനായി ഹാമെലിനിലേക്ക് മടങ്ങി. ആ രാത്രി യുഗങ്ങൾക്കുശേഷം ആദ്യമായി ഹാമെലിനിലെ ജനങ്ങൾ നന്നായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഓടക്കുഴൽ വായനക്കാരൻ കൗൺസിലർമാരോട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ 999,999 എലികളെയും ഓടിച്ചു. എന്റെ പണം ശേഖരിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ശരി, നമുക്ക് പോയി ആ തലകൾ എണ്ണാം, മേയർ മറുപടി പറഞ്ഞു. എലിപിടുത്തക്കാരൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. തലകളോ? അവൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. പോയി അവയെ നദിയിൽ കണ്ടെത്തുക. മേയർ ശാന്തമായി പ്രതികരിച്ചു. നിങ്ങൾ കരാർ പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങളും പണം നൽകേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സേവനം ചെയ്തു. അതിനാൽ ഞങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് 50 വെള്ളി നാണയങ്ങൾ നൽകും. പ്രതിഫലം നിലനിർത്തൂ. എലിപിടുത്തക്കാരൻ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ കുട്ടികൾ എനിക്ക് പണം നൽകും. ഈ വാക്കുകളോടെ അയാൾ പട്ടണത്തിന് പുറത്തേക്ക് ഓയിട്ടി. ഹാമെലിനിൽ ആരും എലിപിടുത്തക്കാരന്റെ ഭീഷണി ഗൗരവമായി എടുത്തില്ല. അങ്ങനെ പിറ്റേന്ന് അവർ പള്ളിയിൽ പോയി, നിസ്സംഗയോടെ. പക്ഷേ അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലെ ഞെട്ടൽ അവർക്ക് അനുഭവപ്പെട്ടു. എല്ലാ കുട്ടികളും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി. അപ്പോൾ 3 കൊച്ചുകുട്ടികൾ പട്ടണത്തിലേക്ക് ഓടിവന്ന് ഒരു ഭയാനകമായ കഥ പറഞ്ഞു. എല്ലാ മുതിർന്നവരും പള്ളിയിലായിരുന്നപ്പോൾ കുട്ടികൾ മനോഹരമായ സംഗീതം കേട്ടിരുന്നു. അവർ പുറത്തേക്ക് പോയി എലിപിടുത്തക്കാരൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അപരിചിതൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ പട്ടണത്തിന് പുറത്തേക്ക് ഓയിട്ടി. എല്ലാ കുട്ടികളും അവനെ പിന്തുടർന്ന് വലിയ പർവ്വതത്തിലേക്ക് പോയി. പർവ്വതമതിൽ മാന്ത്രികമായി തുറന്നു. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അകത്തേക്ക് ഓയിട്ടി. 3 ആൺകുട്ടികൾ മാത്രം അബദ്ധവശാൽ പുറത്ത് തന്നെ നിന്നു. ഹാമെലിനിൽ എല്ലാവരും ദുഃഖിതരായിരുന്നു. എത്ര തിരഞ്ഞിട്ടും കുട്ടികളെ എവിടെയും കണ്ടെത്താനായില്ല.
പ്രത്യേകിച്ച് മേയർക്ക് കടുത്ത കുറ്റബോധം തോന്നി. അദ്ദേഹത്തിന്റെ പുത്രന്മാരും പുത്രിമാരും അപ്രത്യക്ഷരായി. കുട്ടികൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. കാണാതായ കുട്ടികളെക്കുറിച്ച് എന്തോ അറിഞ്ഞത് 150 വർഷങ്ങൾക്ക് ശേഷമാണ്. ബ്രെമനിൽ നിന്നുള്ള ചില വ്യാപാരികൾ ഹാമെലിനിലെത്തി റൊമാനിയയിലെ ഒരു പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ നിവാസികൾ ജർമ്മൻ മാത്രം സംസാരിക്കുകയും ബാക്കിയുള്ളവർ റൊമാനിയൻ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ട്രാൻസിൽവാനിയ നിവാസികൾ ഹാമെലിനിൽ നിന്ന് കാണാതായ കുട്ടികളുടെ പിൻഗാമികളാണെന്ന് ഹാമെലിനിലെ ജനങ്ങൾ വിശ്വസിച്ചു. ആരും അവരെ എതിർക്കുന്നില്ല.